എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് കടമത്ത് ദ്വീപിലെ ഹംസാക്കയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ച് വന്നതാണ്. അവിടെ നിന്ന് വന്ന ഉടനെ ഹംസാക്ക പറഞ്ഞു വൈകുന്നേരം വരും, നമുക്ക് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ പോയിട്ട് നമുക്ക് മീൻ പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും സുഹൃത്തുക്കളും ഹംസാക്കയുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഹംസാക്ക കയ്യിലൊരു ചെറിയ കവറും അതിലേറെ ചെറിയൊരു വലയായിട്ടാണ് കടലിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. എനിക്കിത് കണ്ടപ്പോൾ വളരെ അത്ഭുതം തോന്നി. ഈ ഒരു കുഞ്ഞ വല വെച്ച് എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്, അതും കടലിൽ. ഹംസാക്കയുടെ പുറകെ ഞങ്ങൾ മൂന്നുപേരും വെച്ച് പിടിപ്പിച്ചു. ഹംസാക്ക വളരെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങളെയും വിളിച്ചുകൊണ്ട് കടലിലേക്ക് പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ വേലി ഇറക്കമാകുന്ന സമയത്ത് കടലുള്ളിലേക്ക് വരികയും അവിടെയുള്ള ചെറിയ ചെറിയ മീനുകളെ പിടിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കടല് മൊത്തം താഴ്ത്തിറങ്ങി പോയിട്ടുണ്ട്. രാവിലെയൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ വരാനുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. രാവിലെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളം ഉണ്ടാവും. ഇവിടെ ചെരുപ്പിടണം എന്നാ പറയുന്നത്. കാരണം ഒരു മീനുണ്ട്, എന്താണ് ലയൺ ഫിഷ് പുഴുവാ, കടൽ പുഴുവാ, കോക്ക, അങ്ങനെ എന്തോ സാധനമാണ്. എന്തൊക്കെയാണെന്നൊരു ഐഡിയ ഇല്ല. ദൈവമേ, വളരെ മീൻ പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാണ് വന്നത്. ഓരോ ഐറ്റംസ്. ഇത്ര ശുദ്ധമായ വെള്ളത്തിലാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത്. ഭയങ്കര രസമുള്ള സ്ഥലങ്ങൾ. ഇവിടുന്ന് കിട്ടുന്ന മീനുകളെ കഴിക്കാൻ നമുക്ക് തോന്നും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് വൃത്തിയാണ് ഇവിടുത്തെ വെള്ളം. അപ്പോൾ ആ മീനുകൾ അത്ര വൃത്തിയായിട്ടുണ്ടാവില്ലേ, അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണം. മീനുകളെ ഇങ്ങനെ ഓരോ കല്ലുകൾ ഇളക്കി നോക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് അതാ പോണു. അതാണ്ടോ അങ്ങനെ മീൻ ചാടി ഓടിപ്പോ. ചെറിയൊരു വലയാണ്. ഈ വല എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പോകുന്നുണ്ട്. വമ്പൻ തിരമാല ഉണ്ടേ. ഇത് കടൽപ്പുഴാണോ തോന്നുന്നു. എന്താ ഓടുന്നില്ല. നമ്മുടെ നാട്ടിലെ ചെങ്കല്ല് പോലത്തെ ഒരു കല്ലാണ് ഇവിടുത്തെ. ഇങ്ങനെ പോകുന്നുണ്ട്. ഭയങ്കര ആളുകൾ വേറെ ഉണ്ട്. ഞാൻ പുറക്കാതെ ചവിട്ടി പോകുന്നുണ്ട്. ഇതുവരെ ഒരു മീനിനെ കണ്ടിട്ടില്ല. ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കാം. ഇങ്ങനെ അവർ കല്ല് ചവിട്ടി നോക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മീനുകൾ ഇറങ്ങി ഓടും. അപ്പോൾ വല വീശാനുള്ള പരിപാടി ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
എത്ര ചവിട്ടിയാലും ഈ വെള്ളം കലങ്ങുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത കേട്ടോ. ഈ എന്താ ഇനി പറയാം, ഈ ദ്വീപ് എല്ലാ സ്ഥലത്തെ ദ്വീപും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. പക്ഷേ എൻ്റെ പൊന്നേ, അതെ തൊട്ടടുത്ത് തന്നെ തിരമാല അടിച്ച് കയറുന്നുണ്ട്. പക്ഷെ ഇവിടെ വെള്ളം ഇറങ്ങിയതായതുകൊണ്ട് നമ്മുടെയൊക്കെ ഇന്നും മീനെ പിടിച്ചിട്ട് ബാക്കി കാര്യമൊന്നും ഓടുന്നു. ബാക്കിയുള്ളവർ പുറകെ വരുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഇവിടുന്ന് ഒരു മീനെ പിടിച്ചിട്ടേ പോകുള്ളൂ. ഈ വെള്ളം ചെളിയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടോ, എത്ര കലക്കിയിട്ടും അത് അതേപോലെ തന്നെ ആവും. കണ്ടോ, വല ഇട്ടിട്ടുണ്ട്. ആ ഉണ്ടോ? ആ എവിടെയാ പിടിക്കില്ല, ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ. അതാ പക്കാ. ഇതെന്താ, എന്ത് വിഷയം? ചമ്മം പോവും ചേട്ടാ? ഇല്ല, പോകില്ല. അതാ ചമ്മം എന്താ കിട്ടി. നമ്മൾ എങ്ങനെ പിടിക്കണേന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നല്ലേ. ഞാനെന്തായാലും അതാ അതിനെ കൊന്ന് അത് വരുന്നുള്ളൂ. അതാ പാത്രം എടുത്തില്ല ഞങ്ങൾ. അങ്ങനെ അതാ മീൻ കിട്ടി. ചമ്മൻ കിട്ടിയിട്ടുണ്ട്. ചമ്മൻ അത് വീശുന്നത് അങ്ങനെയാണല്ലേ? അങ്ങനെയാ വീശുന്നല്ലേ? വെറുതെ ഇതാക്കിയിടാണ് കേട്ടോ. മീനല്ലേ, ഓടിയാൽ ഉറപ്പുള്ള മീനാണ്. ആ പോകൂല. ഞങ്ങൾ എവിടെ നിന്ന് മീൻ പിടിക്കണേന്ന് ഒന്ന് ആലോചിക്കണം കേട്ടോ. അതെ നോക്കിക്കോ, തൊട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക് ഡ്രോപ്പിൽ എന്താന്ന് നോക്കിക്കോ. ഇത്രയും തിര അടിച്ച് കയറുന്നുണ്ട്. എത്ര തിര വന്നാലും ഇത് കണ്ണീര്, അതാ കണ്ണീര് പോലെ. അവിടെ ഉണ്ടോ? അതാ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മീനിനെ കണ്ട് അതിനെ വല വീശുക എന്നുള്ളതാണ്. അത് പോയി, കുഴപ്പമില്ല. ചേച്ചി മീനെടുത്ത कौन सा पे ഇങ്ങനെയാണ് വല വീശുന്നത്. കല്ലിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാ കിട്ടും. എന്നിട്ട് ആ കല്ലാണ് അനക്കം മീൻ ഇറങ്ങി ഓടുമ്പോൾ വലയിൽ കൊടുക്കും. ആ അല്ല, അങ്ങോട്ട് ഓടി അതിൻ്റെ ഉള്ളിൽ കയറി. തിരമാല തൊട്ടടുത്ത് തിരമാല വരുന്നുണ്ട്. അതിപ്പോൾ കിട്ടിയതാ? നേരത്തെ കിട്ടിയതല്ലേ? അടുത്ത വെള്ളം
ജോൺസൺ ബ്രോ ഒന്ന് വരുമോ, ഒരു ചെറിയ വീഡിയോ ഇക്കാൻ്റെ കൂടെ? ഇല്ല, ആ വാ. കുടുങ്ങിയാ? അതാ കുടുങ്ങിയെന്ന് പറഞ്ഞേ. അതാ അടുത്ത നിൽക്കുന്നത് 2 ഉണ്ടോ? അതാ അനക്കല്ലേ. ഇത് പൊളി പരിപാടി കേട്ടോ. ഇത് വേറെ ടൈപ്പാണ്. കൊടുത്ത് ഇത് കണ്ട ഇത് എടുക്കുമ്പോൾ പോകും കേട്ടോ. അതാ ഇത് കളർ മീനോ? വേറൊരു ഡേഞ്ചർ, ഇത് അപകടം. അതെന്താ? അതെന്താ ഇത് ഡേഞ്ചർ മീൻ. ഇതാണോ ഡേഞ്ചർ മീനാ? അതാണോ മറ്റേ ലയൺ ഫിഷ്? ആ അതെ അതാ ഡേ, അത് ഡേഞ്ചർ മീനാടാ. അത് ഡേഞ്ചർ മീനാന്ന്. അതെന്താ എറണാകുളം പോണേ? വിഷമുള്ള മീനാ? കടിച്ചാല് ജീവിതം ഉണ്ടാവില്ല. പോവോ? ഉറപ്പാ? കടിക്കുന്നതല്ലേ അതിന്റെ എല്ലാം ഈ സാധനം ഡേഞ്ചർ. ഇനി ഒന്നും വരൂല. അങ്ങനെ ഹംസാക്കയുടെ കൂടെയുള്ള മീൻപിടുത്തം വളരെ രസകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹം പിടിച്ചായിരുന്ന മീനിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പുറകെ നടക്കുന്നുണ്ട്. എനിക്കിത് കൈ പിടിച്ചപ്പോൾ ഇങ്ങനെ അതിൽ പല മീനുകൾക്ക് മുള്ളുണ്ട് ചിറകിൽ. നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ കാണുന്ന വളരെ രസകരമായിട്ടുള്ള കളർ മീനുകളില്ലേ, അങ്ങനെയുള്ള മീനുകളെയാണ് ഹംസാക്ക പിടിച്ചു തരുന്നത്. എനിക്ക് വളരെ അത്ഭുതവും കൗതുകരമായിട്ട് ഈ ഒരു മീൻപിടുത്തം തോന്നി. കണ്ടോ, ഒരു കല്ലിൻ്റെ പുറത്ത് ഈ വല ഇങ്ങനെ വിരിച്ചിടും. അതിന് ശേഷം ആ കല്ലൊന്ന് ഇളക്കി കഴിയുമ്പോൾ കല്ലിനടിയിലുള്ള മീനുകളെല്ലാം ഈ വലയിൽ വന്ന് കുടുങ്ങുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്തായാലും വളരെ രസകരമായിട്ട് ഞങ്ങളിങ്ങനെ മീനൊക്കെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ജീവിതത്തിൽ കണ്ട കളർ മീനുകൾ ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള മീനുകളെ പിടിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് ഇവരിവിടെ നിന്ന് പൊരിച്ചൊക്കെ അടിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ചയും അനുഭവവും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. എന്തായാലും ഇതിന് വളരെ നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട ഷെമിൻ ബ്രോയോടും അതുപോലെ തന്നെ ഞങ്ങളിങ്ങോട്ട് വിളിച്ച കാസിൻ മാഷിനോടൊക്കെയാണ്. ഹംസാക്ക അത്രയ്ക്കും സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെ കൊണ്ടു നടക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് ലക്ഷദ്വീപിലെ ഒരു 10-12 ദിവസങ്ങൾ. ഹംസാക്കയുടെ കൂടെയാണ് വന്നേക്കുന്നത്.
ആ ഞാൻ കോക്ക 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 കോക്കാന്ന് പറഞ്ഞാൽ വിളിക്കുന്നു. അത് ചവിട്ടുമ്പോ ബ്ലഡ് പോകുന്നു. ഒന്ന് ചവിട്ട്. ഇതെടുക്കാൻ പാടില്ല. അതെന്താ? ആ റെഡിയാ. ആ കണ്ടോ കണ്ടോ. ഓ പക്ക പക്ക. ഇതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണോ യൂട്യൂബിൽ ഈ മീൻപിടുത്തം? പ്രശ്നം എന്താ കാണിക്കും? അല്ല പിടിക്കുക കുഴപ്പമില്ല അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ആ ഞാൻ മീൻപിടുത്തം ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടല്ലേ? കാണിച്ചു. ഞണ്ടൂടെ ആരും കഴിക്കുന്നില്ലല്ലോ. ഞണ്ട് കഴിക്കില്ല അല്ലേ? ഞാൻ വലിയൊരു ഞണ്ടിനെ കണ്ടായിരുന്നു. പാമ്പിനെ കാണിച്ചു. അതെന്താ ഞണ്ടിനെ കഴിക്കാത്ത ഇവിടെ? ആ കഴിക്കാൻ ഇതാ അതാ അടുത്ത ഞണ്ട്. എവിടെ മീൻ? ആ വലയിട്ടോ വലയിട്ടോ വലയിട്ടോ. പക്ഷെ വൈഡ് നിന്നേ ഒരു വൈഡ് വല വല ഇടണം. ഇപ്പോൾ വലയിട്ടുണ്ട്. അങ്ങനെ അനക്കുമ്പോൾ നീ സൈഡിലേക്ക് ഓടി കീഴാ. ചൂളം ചൂളം ചൂളം. എന്താ കളർ വ്യത്യാസം കാണിച്ച്. അതെന്ത് മീനത്? ചൂളം 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 ചൂളം. തമിഴ്നാട്ടിലത്തെ അറിയാ കുഴപ്പമില്ല. ചൂളം മീൻ. ചൂളം മീൻ. മച്ചിലി മച്ചിലി ലൈവ് മച്ചിലി. അപ്പൊ ഇത് ഹിന്ദിക്കാര് വരെ പിടിച്ചോണ്ട് പോകും. അവര് നീരാളി പിടിക്കാൻ നടക്കുന്നു. ഇതാണ് കടൽ വെള്ളരി. ഇത് ജീവനുള്ള എന്തോ ജീവിയാണ്. ഇതിനെ പിടിച്ചിട്ട് പണിയാക്കും. ഇതാണ് കടൽ വെള്ളരി. വാലയില പിടിക്കണം. ആ കൊള്ളാലോ. ഇത് കറി വെക്കാൻ പറ്റും അതല്ലേ? കളി ഇത് കഴിച്ചാണെങ്കിൽ വേറെ മീൻ കഴിക്കില്ല. അതല്ലേ ഒറിജിനൽ ഫിഷ് മോനെ. മായമില്ലാത്ത മീനല്ലേ മോനെ. ഞങ്ങളിങ്ങനെ അംസാക്ക മീനെ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഞങ്ങളെ ഭയങ്കര അവിടെ കമ്പി കുത്തിപ്പിടിക്കുന്നുണ്ട് മീൻ. കടൽ പാമ്പ്, കടൽ ചേന, കടൽ. എൻ്റെ അമ്മു കാലും ഇതൊക്കെ കൂടെ പണിയുണ്ട്. വല കർത്താവേ, അയ്യോ ഓരോ അയ്യോ.
കടലിൽ മീൻ പിടിച്ചിട്ട് എന്താ അടിപൊളി. എന്നിട്ട് ഇങ്ങനെ ഇളക്കണം. അപ്പോഴാ ചാടിയാ കുടുങ്ങിയില്ലേ? ആ ആ ആ കുടുങ്ങിയിട്ടുണ്ട്. എടുക്കുന്നതാണ്. मछली मछली लाइव मछली लाइव मछली ഇത് ജീവനുള്ളതല്ലേ? जीवन ഇത് എന്തിനാ ഉപയോഗിക്കണേട്ടാ? ഇത് ഭയങ്കര വലിയ കോടികളാണ്. ആണോ? ഇതാണ് ബോട്ടിൽ പിടിച്ചത്. ആണോ? ഇതിലാണ് വില കൂടുതൽ. മട്ടാഞ്ചേരി പോലീസ് പിടിച്ചത് അവളെ. ആണോ? ഇത് എന്തിനാ ഉപയോഗിക്കണാവോ? ഭയങ്കര വിലയാണ്. ആണല്ലേ? ഞാൻ പത്രത്തിലൊക്കെ കാണുന്നില്ല. ഓ, കടൽ വെള്ളരിയാണ് അല്ലേ? ഇത് വില കുറവാണ്. ഇത് വില കുറവാണ്. ഏത്? ഇത് വില കുറവ്. ബ്ലാക്ക് ഇതിന് വില കൂടുതലുണ്ട്. ചുമപ്പുള്ളത് അല്ലേ? എന്തൊക്കെയാണാവോ? കാണുന്നുണ്ടോ നീ? ഒരു ജീവനുള്ള ജീവിയുണ്ടോ? അതിൻ്റെ വാല് കണ്ട. കടലിനകത്ത് എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ അത് എന്നെ അവിടെ പോയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ടില്ല? പോയിട്ടില്ലേ? അതൊക്കെയാകുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമായി. ആ, ഞങ്ങൾക്ക് വേറൊരു സാധനം. കടലിൻ്റെ സൈഡിലുള്ളത് തിന്നാൻ പറ്റുന്ന. ഇത് നട്ടതല്ലല്ലോ? അതിനെന്താ രുചി? നല്ല രുചിയാ? പോയിട്ട് കാണുമല്ലേ? ഒന്നും പേടിക്കാനില്ല മോനെ. ധൈര്യമായിട്ട് കഴിച്ചു. ഒന്നും പേടിക്കാനാ. മുമ്പ് ഞാൻ കഴിച്ചില്ലേ? ഞാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക, അതിൻ്റെ ചെറിയ ഉണ്ട അതല്ലേ? അതേ ടേസ്റ്റാണ്, പക്ഷെ ഇച്ചിരി മധുരമുണ്ട്. ഇത് മധുരമില്ല. ഉണ്ടോ? പിള്ളേര് എല്ലാം ചെക്കി പറച്ച് കഴിച്ചു. പിള്ളേരാ? കടലിൻ്റെ സൈഡിൽ ഉണ്ടായിട്ടുള്ള സാധനം ഇതുണ്ടോ? കടൽ. എന്നാ പോവാം. നമ്മുടെ വീട് അവിടെയല്ലേ?
മീൻ പിടിക്കാൻ ദൈവ നിശ്ചയമാണ് ഇതൊക്കെ. അതെ അതെ സത്യം. നിസ്സാരമായിട്ട് കാണേണ്ടത് നമ്മൾ. ഇല്ല. അതും ലക്ഷദ്വീപിൽ നമ്മൾ രണ്ടുപേരും ജീവിതത്തിൽ കാണാത്ത ആൾക്കാര് അതെ ഈ സ്ഥലത്ത് വന്ന് മീൻ പിടിക്കുന്ന ദൈവ നിശ്ചയങ്ങളേ അത്. അതെ തീർച്ചയായും. അതെ അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഒന്നും ഇവിടെ നടക്കില്ല. അതെ എല്ലാം ദൈവത്തിന്റെ കളികളാണ്. അതെ. ഹംസക്കാന്റെ കൂടെ ഞങ്ങൾ ഇന്ന് ഒരു വൈകുന്നേരങ്ങൾ ഒരു 4:30-5 മണി തൊട്ട് ഈ കടലിന്റെ അവിടെ മീൻപിടുത്തായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ഒരു ദിവസം വയനാട്ടിൽ വരാം. നിങ്ങളൊക്കെ കാണാം. ദൈവ നിശ്ചയം കൊണ്ടാൽ കാണാം. തീർച്ചയായും. ഈ വയനാടിനെ കുറിച്ച് ഞാൻ ലക്ഷദ്വീപിൽ വന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് മുണ്ടക്കൈ, ചുരുമല. അവര് പട്ടാൾക്കാർ ഇവിടെ നിന്ന് പൈസ പിരിച്ചു പോയി എല്ലാവർക്കും കൊടുത്ത്. ആണല്ലേ? ലക്ഷങ്ങൾ കൊടുത്ത്. ഇവിടെ നിന്ന് 10 ലക്ഷം രൂപ വിട്ട് ഞങ്ങള്. ലക്ഷദ്വീപ് ഇവിടെ നിന്ന് ആണല്ലേ? എല്ലാ ഐലൻഡിൽ നിന്ന് വേറെ എമൗണ്ടാ. ഇവിടെ നിന്ന് മാത്രം വിട്ട് 10 ലക്ഷം. അങ്ങനെ 10 ദ്വീപിൽ നിന്നും വലിയ വലിയ എമൗണ്ട് കൊടുത്താൽ എല്ലാവരും കൊടുത്തു. അപ്പൊ തന്നെ പൈസ കൊടുത്തു എല്ലാവരും. ഇവര് നമ്മുടെ വയനാടിനെ കുറിച്ചുള്ള ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന് ഇവിടെ പറഞ്ഞ ആളുകളോടൊക്കെ അവരാദ്യം വയനാട്ടിലാന്ന് പറയുമ്പോൾ മുണ്ടക്കൈയാണ് ചോദിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു ദേശീയ ദുരന്തം തന്നെയാണ്. നിങ്ങൾ വീഡിയോയിൽ ടിവിയിലത് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര സങ്കടകര കാര്യമാണ്. എന്താ ചെയ്യാ, ഒരു ദൈവ നിശ്ചയം. ഇപ്പൊ നമ്മൾ 3 പേരും നമ്മളെ വീഡിയോ കാണാൻ ദൈവ നിശ്ചയമല്ലേ. അപ്പൊ ഞാൻ എവിടെ ചെന്ന് കുടുങ്ങെന്ന് പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യരല്ലേ നമ്മള്. നമ്മൾക്ക് കുട്ടികളുണ്ട്, കുട്ടികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഏതെങ്കിലും ദിവസം നിങ്ങൾ പട്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ലക്ഷദ്വീപ് ആണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ല. പെടാതിരിക്കട്ടെ. അങ്ങനെ ഒരു നമ്മൾ ഈ ബന്ധം മരിക്കുന്നവരെ ബന്ധം നിലനിർത്തണം. അത് വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായും. ഒരു ദിവസം ഞങ്ങൾക്ക് നല്ല ഒരു ദിവസം സമ്മാനിച്ചതിന് ഹംസാക്കയോട് ഒരു ദിവസം നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തീർച്ചയായും ഞങ്ങൾ പോകുന്നതിന് ഫ്രീ ആയിക്കാൻ ഞങ്ങൾ പറയണം. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാം. തീർച്ചയായും. ഹംസാക്ക വീട്ടിലേക്ക് വരും. ഓക്കെ. അതാ ഇപ്പൊ വീട്ടിലേക്ക് ഞങ്ങൾ ഹംസാക്കാന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഹംസാക്ക പറയുന്നത് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം വീട്ടിലേക്ക് വരണം, ഫുഡ് കഴിക്കണം എന്നാണ് പറയുന്നത്. ഈ ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ ആരും തന്നെ അറിയാത്ത ആൾക്കാരെ പോലെയല്ല പെരുമാറുന്നത്. നമ്മളെ എന്തോ കാലത്ത് പരിചയപ്പെട്ട അല്ലെങ്കിൽ അറിയുന്ന ആളുകളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ ഒരു കാര്യമാണ്. വളരെ ആതിഥ്യ മര്യാദ ഉള്ള ഒരു കുറച്ച് ആളുകൾ ഇവിടെ അങ്ങനെ നല്ല മനസ്സുള്ളവരാണ്. ഞങ്ങളിങ്ങനെ തോട്ടത്തിക്കട നടക്കുകയാണ്. ഇക്ക നമ്മുടെ കൂടെ ഉണ്ട്, ഹംസക്ക. അങ്ങനെ ഇവിടെ ഓരോ ആളുകളും നമ്മളെ വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു എന്താ പറയുക, ഒരു പാക്കേജ് എടുത്തിട്ട് വന്ന് ലക്ഷദ്വീപ് കണ്ട് പോകുന്നതിനേക്കാൾ എത്രയോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് ഡയറക്റ്റ് വരും. എന്ത് പാക്കേജാണ്? അതെ പാക്കേജ് ഒന്നും എടുക്കാതെ നമ്മൾ സ്പോൺസർ ചെയ്ത് നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. അതെ, നിങ്ങൾക്ക് ഭക്ഷണം താമസം തന്നാൽ പോരെ, പിന്നെ എന്തിനാ മേടിക്കുന്നത്? ഇക്ക അങ്ങനെയാ പറയുന്നത്. ഒരു പൈസയും വേണ്ട, നിങ്ങളെ സ്നേഹം മതി ഞങ്ങൾക്ക്. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ. ഞങ്ങൾ വന്നിട്ട് ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഈ 4ാമത്തെ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ആളുകളാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോ മതിയാവില്ല, അത്രയ്ക്കും ആളുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നത്. ഞങ്ങളൊന്നാമത് ഗാനമേളയായിട്ട് വന്നതാണ്. അപ്പോൾ ഈ വെതർ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾക്ക് പാടാനോ അല്ലെങ്കിൽ പറ്റിയിട്ടില്ല. ഞങ്ങൾ സെറ്റായിട്ട് ഒന്നും വേണ്ട എന്നാ മീൻ എന്നാ ഞങ്ങൾ കൊണ്ടുപോയി നന്നാക്കി നടക്കൂല. ഞങ്ങൾക്ക് അവിടെ സൗകര്യമില്ല. തീർച്ചയായും ഞങ്ങൾ എത്തും. നാളെ പോകും. നോക്ക്, ഞങ്ങള് എങ്ങനെയാന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ പോകും, ഇല്ലെങ്കിൽ കേട്ടോ. ഓക്കെ, എന്നാ ഒന്നും വേണ്ടേക്കാ, പോയിക്കോട്ടെ.